കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്തുള്ള പ്ലാപ്പറ്റശ്ശേരി എന്ന സ്ഥലത്ത് തളിമല ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഈ ക്ഷേത്രം ഒരുപാട് പ്രാധാന്യങ്ങളുള്ള ക്ഷേത്രമാണ്. ഒരുപാട് ഐതിഹ്യങ്ങളും വളരെയധികം ശക്തിയുള്ള പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഈ ക്ഷേത്ര പരിസരമൊക്കെ. അപ്പോൾ ഈ ക്ഷേത്രം കുറച്ച് മലയുടെ മുകളിലാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിദ്ധിയൊന്നും ആൾക്കാരിലേക്ക് എത്തുന്നില്ല. പക്ഷേ ഈ ക്ഷേത്രം വളരെ പ്രാധാന്യങ്ങളുള്ള ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴിയായാലും വളരെ മനോഹരമായ വഴിയാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ പ്രാധാന്യങ്ങളൊക്കെ എല്ലാവരും അറിയേണ്ടതാണ്. എല്ലാവരും എത്തിച്ചേരേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യങ്ങളും ഐതിഹ്യങ്ങളും എല്ലാ അനുഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കുറേ ആൾക്കാർക്ക്. അപ്പം അതൊക്കെ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഈ പരിസരത്തുള്ള ആൾക്കാരായിട്ടുള്ള ക്ഷേത്ര ഭാരവാഹികളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് കേൾക്കാം. ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം. ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് വളരെ യാദൃശ്ചികമായിട്ടാണ്. എൻ്റെ അച്ഛച്ചൻ്റെ തറവാട് ഇവിടെ അടുത്താണ്. അപ്പോൾ ഞാനിവിടെ എത്തിച്ചേർന്നപ്പോൾ എനിക്ക് തന്നെ ഇവിടുത്തെ ഓരോ അനുഭവങ്ങളും കഥകളൊക്കെ കേട്ടപ്പോൾ വളരെയധികം അത്ഭുതം തോന്നി. എൻ്റെ ഇവിടെ തറവാടിന് അടുത്താണെങ്കിലും എനിക്ക് ഇത്ര നാളായിട്ട് ഇവിടെ വരാൻ സാധിച്ചില്ല. ഇപ്പോൾ ആണ് എനിക്കിവിടെ എത്താൻ ഉള്ള നിയോഗം. ഇവിടെ എത്തി നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ഒരുപാട് കുട്ടികളില്ലാത്ത ആൾക്കാരൊക്കെ ഇവിടെ വന്ന് വഴിപാട് ചെയ്യുമ്പോൾ അവർ കുട്ടികളുണ്ടായ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാ മാസവും 30 തിങ്കളാഴ്ച ദിവസം മാത്രമാണ് ഈ ക്ഷേത്രത്തിലെ പൂജകളൊക്കെ നടക്കാറുള്ളൂ. സുബ്രഹ്മണ്യസ്വാമിയുടെയും ദേവിയുടെയും ചൈതന്യം കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിന് അരികിലായി ശിവസാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഒരു രുദ്രാക്ഷമരവും നിലനിൽക്കുന്നു. ഇനി നമുക്ക് ക്ഷേത്രത്തിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇത് തളിമല സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. 1807 ഇത് പണി തുടങ്ങിയായിരുന്നു. പിന്നെ കുറച്ചു കാലം അങ്ങനെ കടന്നു. പിന്നെ അതങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് നാശമായിപ്പോയി. പിന്നെ ഇവിടെയുള്ള ആൾക്കാരൊക്കെപ്പാടെ കൂടിയിട്ട് മറ്റേ പൈസ സ്വരൂപിച്ചിട്ട് ഇങ്ങനെ കെട്ടിയതാണ്. താഴെ അമ്പലം വന്നിട്ട് മറ്റേ ശ്രീചക്രമാണ്. മേലെ അമ്പലം മുരുകനും ഗണപതിയും. ഇവിടെ ഒരു ശിവകുടുംബമാണ് ശരിക്കും. ഇവിടെ വന്നിട്ട് 3 ശ്രീചക്രാത്രമുള്ളത്. അത് ഒന്ന് കൊടുങ്ങല്ലൂരും ഒന്ന് ഈ തളിമല സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഇനി ഒന്ന് എവിടെയെന്നുള്ളത് ഇതുവരെയ്ക്കും കണ്ടുപിടിച്ചിട്ടില്ല. ഏറ്റവും വലിയ ദൈവസാന്നിയുള്ള ശ്രീചക്രമാണ്. 62 കൊണ്ട് ഭഗവതിയെ കുടിവെച്ച് ആവാഹിച്ചിട്ട് വേണം അതിൻ്റെ പൂജകൾ ചെയ്യാൻ. താന്ത്രിക വിധിപ്പിൽ വേണം അതിൻ്റെ പൂജകൾ ചെയ്യാൻ. അതിപ്പോൾ ഇവിടെ തൽക്കാലം ഞങ്ങളത് ചെയ്യില്ല. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയൊരു പൂജ കഴിച്ചു പോവുകയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടാണ് മെയിൻ കാരണം. പിന്നെ തൊട്ടടുത്ത് തന്നെ അമ്പലത്തിൻ്റെ ഇടതുവശത്ത് ഒരു ഗുഹയുണ്ട്. അതിൽ വൈരാഗി തപസ്സിരുന്ന് സമാധിയായ സ്ഥലമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ശിവകുടുംബമാണ് ഇവിടെ മൊത്തത്തിൽ. ഇതിനടുത്തായി ഒരു ചെറിയ തടാകമുണ്ട്. ആ തടാകത്തിലെ വെള്ളം ഏത് വേനൽക്കാലത്തും വറ്റില്ല എന്നാണ് പറയുന്നത്. ആ തടാകത്തിലെ വെള്ളമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള നേദ്യത്തിനും എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത്. ഈ ശ്രീചക്രത്തിൽ 64 ദൈവങ്ങളുണ്ട്. ഈ ശ്രീചക്രം പൂജിക്കാൻ ആർക്കും കഴിയില്ല. നമ്മുടെ കേരളത്തിൽ അതിന് പൂജിക്കാൻ പറ്റിയ പൂജാരികളില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഒരു നമ്പൂരി പൂജിക്കുന്നുണ്ട്. അങ്ങേർക്ക് ഇതിനകത്ത് ശ്രീചക്രത്തിനകത്ത് പൂജിക്കാൻ അറിയില്ല. അങ്ങേര് ആദ്യം പറയും ശ്രീചക്രം പൂജിക്കാൻ അറിയില്ല. പിന്നെ നമ്മൾ മനസ്സിലെന്താ വിചാരിച്ച് ഇപ്പോൾ കുട്ടികൾ ഉണ്ടാവാത്ത സ്ത്രീകളാണെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ഒരു മുട്ട ഇറക്കിയെന്ന് വെച്ചാൽ അവർക്ക് പ്രതിഫലം കാണും. അങ്ങനെ കുറേ കേസുകളുണ്ട്. 8 വർഷം മുന്നേ തമിഴ്നാട്ടിൽ നിന്ന് ഒരു പാർട്ടീസ് വന്നിട്ട് അവർക്ക് കുട്ടികളൊന്നും ഇല്ലാണ്ട് അവരിവിടെ വന്നിട്ട് ആരോ പറഞ്ഞ് കേട്ടറിഞ്ഞിട്ട് അവരിവിടെ വന്നിട്ട് മുട്ട ഇറക്കി. അവർ ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും എല്ലാവരും കൂടെ വന്നിട്ട് ഇവിടെ മുട്ടയിറക്കി. എന്നിട്ട് അവർ പോയി. മുട്ടയിറക്കലാണല്ലോ ഇവിടുത്തെ പ്രധാന വഴിപാട്. മുട്ടയിറക്കലാണ് ഇവിടുത്തെ പ്രധാനം. പിന്നെ അവർ പോയി 1 മാസം കഴിഞ്ഞപ്പോഴേക്കും ആ സ്ത്രീ ഗർഭിണിയായി. അവർ പ്രസവിച്ചു. അവൾക്ക് കൊറോണ സമയമൊക്കെ ആയത് കാരണം അവർക്ക് പിന്നെ വരാൻ പറ്റില്ല. അടുത്ത പ്രാവശ്യം പൂജയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ ഹിസ്റ്ററികളുണ്ട്. കുറേ സ്ത്രീകൾ കുട്ടികളില്ലാണ്ട് കല്യാണം കഴിഞ്ഞിട്ട് 10 കൊല്ലം 11 കൊല്ലം കല്യാണം കഴിഞ്ഞവർക്ക് കുട്ടികളുണ്ടാവാണ്ട് ഇവിടെ വന്നിട്ട് മുട്ടറക്കിടുമ്പോഴൊക്കെ പൂജയിൽ പങ്കെടുക്കുക അവർക്ക് പലർക്കും അനുഭവമുണ്ട്. അനുഭവമുള്ള എത്ര ആൾക്കാരുടെ പേരുമെന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞു തരാം. പിന്നെ ആ കുളത്തിലൊരു മത്സ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ
തലയിൽ ഒരു സ്റ്റാർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടുത്തെ ദൈവത്തിൻ്റെ മത്സ്യമായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഒരു മിലിറ്ററിക്കാരൻ, അയാൾ ബ്രിട്ടീഷുകാരെ മിലിറ്ററിയിലുണ്ടായിരുന്ന ആളാണ്. അയാൾ പ്രാവശ്യം അവിടെ നിന്ന് വരുമ്പോൾ ഇവിടെ വന്നിട്ട് ഈ അത്തിമരത്തിൻ്റെ കയറിയിരുന്ന് രാവിലെ വരുമ്പോൾ ചോറ് കൊണ്ടുവരും. അത്തിമരത്തിൽ കയറിയിരുന്നിട്ട് പ്രാവശ്യം അയാൾ വെടിവെച്ചു. എൻ്റെ മുത്തശ്ശി അടക്കം അതിൻ്റെ പീസ് വാങ്ങിക്കൊണ്ട് എല്ലാവർക്കും ഓരോ പീസ് കൊടുത്തു. അത് കൊണ്ടുപോയി എല്ലാം സ്റ്റവിൻ്റെ മുകളിലോ അടുപ്പിൻ്റെ മുകളിൽ വെച്ചാൽ രക്തം തിളച്ച് പുറത്തേക്ക് വരികയാണ്. ആർക്കും തിന്നാൻ പറ്റില്ല. അങ്ങനെ ഇവിടുന്ന് പോയതാണ്. ഇപ്പോൾ അയാളെ പറ്റിയിട്ട് അയാളുടെ വീടുണ്ട് മല്ലഞ്ചോല എന്ന് പറഞ്ഞിട്ട് ഒരു തറവാട്. അവിടെ ആരുമില്ല, അനാഥ പ്രേതം കിടക്കും പോലെ കുറച്ച് സ്ഥലം കിടക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഒന്നും അവർക്കെല്ലാം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നും ആർക്കും അറിയില്ല. അപ്പോൾ എല്ലാവരും പറയുന്നത് ആ മീനിനെ വെടിവെച്ചത് കാരണമാണ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ പണ്ട് കാലത്ത് മൊബൈലും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഫോണൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഈ വൈരാഗി പറഞ്ഞ ആള് ഇവിടെ നിന്നിട്ട് ഈ ശംഖ് വിളിക്കും. ഈ ശംഖ് വിളിച്ചാൽ പിന്നെ പാലാരി വേങ്ങശ്ശേരിയുടെ അപ്പുറം അതുവരെ ഈ ശബ്ദം വിളിച്ചാൽ കേൾക്കും. അപ്പോൾ എന്നെയൊക്കെ പഠിപ്പിച്ചൊരു മാഷുണ്ടായിരുന്നു ചെറുമുണ്ടശ്ശേരി സ്കൂളിൽ, മാധവൻ മാഷ് പറഞ്ഞിട്ട്. അങ്ങേര് വരുമ്പോൾ കുറേ കുട്ടികളെയും കൂട്ടിയിട്ട് ഈ അമ്പലം കാണാൻ വന്നു. അന്ന് അമ്പലം ഇവിടെ അല്ലായിരുന്നു, ഇത് ഇവിടെ ഇങ്ങനെയൊക്കെയായിരുന്നു. അയാൾ ഈ ശംഖെടുത്ത് വിളിച്ചു. അപ്പം ഞാനോ നീയോ ഈ ശംഖ് വിളിച്ച ശബ്ദം പുറത്തേക്ക് വരില്ല, അങ്ങനെ ഇതുണ്ട്. അപ്പോൾ ആ മാഷ് ഈ ശംഖെടുത്ത് വിളിച്ചപ്പോൾ ഇതിനുള്ളിൽ നിന്ന് ഒരു പാമ്പ് 5 തലയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പുറത്തേക്ക് വന്നു ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ആടാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ഒരാളിനെ വിളിച്ച് ചപ്പല എന്ന് പറഞ്ഞിട്ട് അയാൾ മരിച്ചു. അയാൾ മാഷ് ശംഖും ഇതൊക്കെ ഇട്ട് കുട്ടികളൊക്കെ പാടെ അന്ന് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ആ രീതിയിൽ കൂടെ മൂழ்കി കയറി ഈ സർപ്പം ഇവിടെ വന്നിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടേ നിൽക്കുക. അപ്പോൾ അയാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളങ്ങനെ ഓടിക്കൊണ്ടൊന്നും കാര്യമില്ല, അതിന് തെറ്റ് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയതല്ലേ, അതിന് തെറ്റ് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കണം എന്നാലേ പോയി. അപ്പോൾ മാഷ് ചോദിച്ചു എന്താ, എന്നെയൊക്കെ പഠിപ്പിച്ച മാഷാണ്. അപ്പോൾ മാഷോട് അയാൾ പറഞ്ഞു പാൽപ്പായസം ചേർത്താൽ മതി, ഉള്ളിലേക്ക് പോകും. അപ്പോൾ മാഷ് അവിടെ തന്നെ പറഞ്ഞു പാൽപ്പായസം നാളെ എത്തിക്കാം. അപ്പോൾ ഉള്ളിലേക്ക് പോയി. പിന്നെ പാൽപ്പായസം വെച്ച ഉരുളിയില്ലേ, ആ ഉരുളി ഇവിടെ വയ്ക്കും. അപ്പം അദ്ദേഹം അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന് ആ പാൽപ്പായസം കഴിച്ചിട്ട് ഉരുളി തട്ടിയിട്ട് ആ തടാകത്തിലേക്ക് ഇടും. അപ്പോൾ നിങ്ങളുടെ പിന്നെ ഗ്രാൻഡ് ഫാദറില്ലേ കുഞ്ചുണ്ണി മാഷ്, കുഞ്ചുണ്ണി നായർ, അവരൊക്കെ വന്നാൽ അവരായിരുന്നു ആദ്യം ഇവിടെ പൂജിച്ചിരുന്നത്. അവർ വന്നാൽ അവിടുന്ന് ആദ്യം നോക്കും ഉരുളി അവിടെ ഉണ്ടോന്ന്. അപ്പോൾ ഉരുളി അവിടെ ഉണ്ടിച്ചാൽ അപ്പോൾ അവർക്ക് മനസ്സിലാവും സന്തോഷത്തോട് കഴിച്ച് പോയിരിക്കും. അങ്ങനെ പല ഐതിഹ്യങ്ങളുണ്ട് ഇവിടെ. പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമായ ഈ സ്ഥലം ഒരുപാട് വിനോദസഞ്ചാരികളെയും ഒക്കെ ആകർഷിക്കുന്നതാണ്. മാത്രമല്ല ഒരുപാട് സവിശേഷതകളും ഐതിഹ്യങ്ങളും പ്രാധാന്യങ്ങളും ഒക്കെയുള്ള ഈ ക്ഷേത്രം എല്ലാവരും ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ടതാണ്.